PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത്. സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ പ്രൊജക്ട് ടൈഗർ. ഇത് റിട്ടൺ ബൈ സത്യജിത് റേ ആണ്. സത്യജിത് റേ അയാളുടെ കഥ പറയുകയാണ്. അല്ലേ, അയാൾ എങ്ങനെയാണ് ഒരു ടൈഗറിനെ വെച്ച് ഫിലിം പിടിക്കാൻ തുടങ്ങി. അയാളുടെ സിനിമയാണ് എന്താണ്, ഗുപ്പിയും ബഗ്ഗയുമാണ് അതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു. അതിലൊരു ടൈഗർ വേണം. ആ സീൻ എന്തായിരുന്നു, Guppy and Bagga, two characters, they are banished from the king and they meet at the forest. അതും എങ്ങനത്തെ ഫോറസ്റ്റ് ആയിരിക്കണം, ബാംബു ഫോറസ്റ്റ് ആണ് അല്ലെ. ബാംബു ഗ്രോവിന്റെ ഉള്ളിൽ നിന്നാണ് ടൈഗർ ഇവര് ബാംബു ഗ്രോവിന്റെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു ടൈഗർ ആ ബാംബു ഗ്രോവിന്ന് ആ മുളങ്കാട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് he wanted to look at the camera and then he wanted to go away. He did not want to notice the ഹ്യൂമൻ ബീങ്സ് അല്ലെ. മനുഷ്യരെ കാണണമെന്നോ ഈ ഗുപ്പിനെയും ബഗ്ഗനെയും കാണണമെന്നോ ഒന്നുമില്ല. വന്ന് അതൊന്ന് ക്യാമറയെ പോസ്റ്റ് ചെയ്ത് അതൊന്ന് പോയാൽ മതി, ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. പക്ഷേ they found the tiger from where that is at that time they understand that there was a Bharat circus was coming to Calcutta. കൽക്കത്തയിലേക്ക് ഭാരത് സർക്കസ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി. They had an appointment from the manager of the circus and at last they meet at the Mr. Thorat, the ring master. Ring master ആയിട്ട് തോററ്റിനെയും കണ്ടു, മാനേജറിനെ കണ്ടു. മാനേജർ മിസ്റ്റർ തോററ്റിനെ വിളിപ്പിച്ചു. അങ്ങനെ they agreed to give the tiger. And while they were going to find അല്ലെങ്കിൽ to see the tiger, ടൈഗറിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിയിൽ വെച്ചിട്ടാണ് മിസ്റ്റർ തോററ്റിന്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ്, whether it was a same, that is what will your tiger do when it was in the bamboo grove, alone in the bamboo grove. Bamboo grove alone ഒറ്റയ്ക്ക് തനിയെ വിട്ടുകഴിഞ്ഞാൽ what will the tiger do? അപ്പൊ മിസ്റ്റർ തോററ്റ് said that he was not sure because he never let the tiger free from that cage. ആദ്യമായിട്ടാ ചെയ്യാൻ പോകുന്നത് അല്ലെ. അത് കേട്ടപ്പോ വീണ്ടും പേടിയായി സത്യജിത്രയ്ക്ക്. അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് മിസ്റ്റർ തോററ്റ് തന്നെയാണ്. മിസ്റ്റർ തോററ്റ് പറഞ്ഞു നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. എങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്, ബൈ ടൈയിങ് എന്താണ്, ഒരു വയറ് പിടിച്ച് കെട്ടാമെന്ന്. ഒരു വയറ് അതിന്റെ കഴുത്തിൽ പിടിച്ച് കെട്ടാം. അപ്പോഴും പ്രോബ്ലം വരികയാണ് അല്ലെ. എന്താണ് സംഭവിക്കുക, വയറ് കഴുത്തിൽ കൂടെ കെട്ടിയാൽ രോമം ഇങ്ങനെ പതിഞ്ഞു പോകും, ഫ്ലാറ്റൻഡ് ആയി പോകും. ആ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള രോമത്തിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടുത്തത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു. എങ്ങനെയാണെന്ന്, ഒരു കോളർ വെച്ച് കെട്ടാമെന്ന്. ആ കോളറിന്റെ അടിയിലായിരിക്കണം കഴുത്തിൽ കൂടെ ആ കയറ് കെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിലായിരിക്കണം കോളർ. അപ്പൊ കോളറിൽ രോമങ്ങൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നല്ലേ, ടൈഗറിന്റെ സ്കിൻ ആയിരിക്കണം. അപ്പൊ അതിലിങ്ങനെ രോമങ്ങൾ പൊന്തി നിൽക്കും. അപ്പൊ ഈ കെട്ടിയേക്കുന്നത് ഓഡിയൻസ് കാണില്ല. അപ്പൊ അത്രയും വരെയാണ് നമ്മൾ എടുത്തിരുന്നത്. അങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്തു. അവര് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നിൽക്കാണ്. ഇൻ ദ വില്ലേജ് ഇനി സ്ഥലം കണ്ടുപിടിച്ചു. അപ്പൊ ഷൂട്ടിങ്ങിനുള്ള ടൈഗറിനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പാരഗ്രാഫ് 13 ആണ് കേട്ടോ. പേജ് നമ്പർ 47 പാരഗ്രാഫ് 13 എടുക്കുക എല്ലാവരും. ഇൻ എ വില്ലേജ് കോൾഡ് നോട്ടൻഗ്രാം എന്ന് പറയുന്ന വില്ലേജിലാണ് ആദ്യത്തെ ഷൂട്ടിംഗ് നടക്കുന്നത് കേട്ടോ. ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം എല്ലാവരും നമുക്ക് സ്റ്റോറിയുടെ സമ്മറി എഴുതാൻ കിട്ടണം കേട്ടോ. അപ്പോ സത്യജിത് റേ അയാളുടെ ഫിലിം തുടങ്ങുകയാണ്. എവിടെയാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്, നോട്ടൻഗ്രാമിലാണ്. വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബു ഗ്രോ. ഇതിനിങ്ങനെ നല്ല ബാംബു ഗ്രോ ഒന്നും നിർമ്മിച്ചുണ്ടാക്കാൻ പറ്റും എന്ന് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റില്ല. ബാംബു ഗ്രോ ഉള്ള ഒരു കാട് അവർ നോക്കി, നല്ല മുളകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാട് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു. എവിടെയുണ്ടെന്ന് മനസ്സിലായി, നോട്ടൻഗ്രാമിലുണ്ട് എന്ന്. A bamboo grove to the film, the first meeting between Guppy and Bagga. അങ്ങനെ ഗുപ്പിയും ബഗ്ഗയും തമ്മിൽ കണ്ടുമുട്ടാനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. ആൻഡ് ദ അപ്പിയറൻസ് ഓഫ് ദ ടൈഗർ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലവും എല്ലാം അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മിസ്റ്റർ തോററ്റ് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. അപ്പോ ഷൂട്ടിങ്ങിനുള്ള സ്ഥലം കണ്ടുപിടിച്ചു. ഗുപ്പിയും ബഗ്ഗയും നിൽക്കേണ്ട സ്ഥലം, ടൈഗർ വരേണ്ട കാട്, ഇതെല്ലാം ശരിയായി. അതെവിടെയായിരുന്നു സ്ഥലം, ഇറ്റ് വാസ് നോട്ടൻഗ്രാമിലാണ് കേട്ടോ. അങ്ങനെ ടൈഗറിനെ കൊണ്ട് ആര് വരികയാണ്, മിസ്റ്റർ തോററ്റ് എങ്ങനെ വരാന്നാ പറയുന്നത്, ലോറിയിലാണ്, കേജിലാണ്, കൂടിന്റെ ഉള്ളിൽ ടൈഗറിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. മിസ്റ്റർ തോററ്റ് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗറിനെയും കൊണ്ടുവന്നു. There were about 25 people in the location. ലൊക്കേഷനിൽ എത്ര പേരുണ്ട്, 25ഓളം ആളുകൾ നിൽക്കാണ്. A few local people took our permission to go.
കുറച്ച് ലോക്കലിലെ കുറച്ച് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്, ഇവരുടെ പെർമിഷൻ. നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടില്ലേ, ഷൂട്ടിംഗ് ഇപ്പൊ ഏതെങ്കിലും വില്ലേജിൽ നടക്കുന്ന സമയത്ത് ആളുകളൊക്കെ ചോദിക്കും, ഞങ്ങൾ കിടക്കട്ടെ, ഞങ്ങൾ കാണട്ടെ. ഷൂട്ടിംഗ് കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഇവിടെ സത്യജിത്ത് റേ ഷൂട്ടിങ്ങിന് ആ കാട്ടിൽ ചെന്നപ്പോ ആളുകൾ കുറച്ച് പേര് പെർമിഷൻ ചോദിക്കുകയാണ് ടു ഗോ വിത്ത് അസ് ടു വാച്ച് ഹൗ വി ടാക്കിൾ ദ ടൈഗർ. ഈ ടൈഗറിനെ ഞങ്ങൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? ടാക്കിൾ ചെയ്യാം, കൈകാര്യം ചെയ്യുക. ഞങ്ങൾ എങ്ങനെയാണ് ടൈഗറിനെ ടാക്കിൾ ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണതെന്ന് ഞങ്ങളും ഒന്ന് കാണട്ടെ എന്ന് ആര് പറഞ്ഞു? കുറച്ച് ലോക്കലിലെ ആളുകൾ. അപ്പൊ ഇവരൊക്കെ പെർമിഷൻ വാങ്ങിച്ചു. അങ്ങനെ ഇത് കാണാനായിട്ട് കുറച്ച് പേര് അവിടെ വന്നു. ഏകദേശം എത്ര ഉണ്ടായിരുന്നു? 25 people ഇൻ ദ ലൊക്കേഷൻ. 25ഓളം ആളുകൾ. ദ കേജ് ഓൺ ദ ലോറി വാസ് കവർഡ്. അങ്ങനെ ലോറി വന്നു കേട്ടോ. സീൻ തുടങ്ങാൻ പോവാണ്. ലോറി വന്നു. ലോറിയിലെ കേജ് വാസ് കവേർഡ്. തുറന്ന ഒരു കൂടൊന്നുമല്ല, ആ കൂടൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് പുറത്തേക്ക് ആളുകൾക്ക് ഒന്നും കാണുന്നില്ല. കവർ വാസ് റിമൂവ്ഡ്. അങ്ങനെ കവർ മാറ്റി. മിസ്റ്റർ ടോറന്റ് വന്ന് ലോറി നിർത്തി ആ കവർ മാറ്റി. കവർ മാറ്റിയപ്പോ എന്താണ്? when the cover was removed we were surprised to see. അത്ഭുതപ്പെട്ടു പോയൊരു കാഴ്ച. സത്യജിത്ത് റേ പറയാണ്, ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു കാഴ്ച കണ്ടു. എന്താണ്? there was not one tiger, there was 2 tiger. ഒന്നല്ല 2 ടൈഗറിയും കൊണ്ടായിരുന്നു വന്നത്. to see not one but the 2. അതും വെൽ ഫെഡ്, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കൊഴുത്ത് നല്ല വണ്ണുള്ള റോബസ്റ്റ് ടൈഗേഴ്സ്. റോബസ്റ്റ് ടൈഗേഴ്സ് വെരി സ്ട്രോങ് ആൻഡ് ഹെൽത്തി. നല്ല സ്ട്രോങ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 ടൈഗറിനെയും കൊണ്ടാണ് ആര് വന്നിരിക്കുന്നത്? മിസ്റ്റർ ടോറന്റ് വന്നിരിക്കുന്നത്. അപ്പൊ മിസ്റ്റർ ടോറന്റ് ലോറിയിലെ കേജിന്റെ ഉള്ളിലെ 2 ടൈഗറിന്. ഇവിടെ എത്ര ടൈഗറിന് ആവശ്യമുണ്ട്? ഓൺലി 1 ടൈഗർ. ഈ ഒരു ടൈഗറിനെ തന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് വിഷമിച്ചിട്ടാണ് വന്നേക്കണേ. പക്ഷെ മിസ്റ്റർ ടോറന്റ് 2 ടൈഗറിനെ കൊണ്ടുവരണേ. അതിന് റീസൺ മിസ്റ്റർ ടോറന്റ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ 2 ടൈഗറിനെ കൊണ്ടുവന്നതെന്ന്. മിസ്റ്റർ ടോറന്റ് പറയണേ, ഇവര് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ മിസ്റ്റർ ടോറന്റ് പറയണേ, ഐ ഡിസൈഡഡ് ടു പ്ലേ ഇറ്റ് സേഫ്. ഞാൻ എന്ത് വിചാരിച്ചു? ഞാൻ എന്റെ ഭാഗം സേഫ് ആക്കിയതാണ്. കാരണം ഒരാൾ കൂട്ടാക്കുന്നില്ലെങ്കിൽ, ഒരു ടൈഗർ സമ്മതിക്കുന്നില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തതിനെ കൊണ്ട് ചെയ്തുകൂടെ എനിക്ക്? അപ്പൊ എന്റെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ 2 എണ്ണത്തിനെ കൊണ്ടുവന്നതെന്ന് മിസ്റ്റർ ടോറന്റ് എക്സ്പ്ലെയിൻ. ഇഫ് വൺ ഡസന്റ് ഗെറ്റ് ഇറ്റ് റൈറ്റ്, ഒന്ന് ശരിയായില്ലെങ്കിൽ വി ക്യാൻ യൂസ് ദ അതർ, നമുക്ക് അടുത്തതിനെ ഉപയോഗിക്കാമെന്ന്. നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ഒരു ഫിലിം അവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലെ. അവിടെ ഷൂട്ടിംഗ് നടക്കണമെന്നൊക്കെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ടൈഗറിനെ ആ ലോറിയിൽ നിന്ന് ഇറക്കി കേജിന്റെ മുകളിൽ ഒരു കേജ് ഉണ്ട്. ആ കൂടിന്റെ ഉള്ളിലാണ് ടൈഗറിനെയും കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ എത്ര ടൈഗറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? 2 എണ്ണത്തിനെ കൊണ്ടാണ് മിസ്റ്റർ ടോറന്റ് വന്നത്. അപ്പൊ ഇവരിന്ന് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മിസ്റ്റർ ടോറന്റ് പറയണേ, ഞാൻ എന്റെ ഭാഗം സേഫ് ആക്കിയതാണ്. കാരണം എന്താ? ഈ ടൈഗറിന് ഒരെണ്ണത്തിനെ കൊണ്ടുവന്നെങ്കിൽ ഒന്ന് ശരിയായില്ലെങ്കിൽ അന്ന് ഷൂട്ടിംഗ് നടക്കില്ല അല്ലെ. അപ്പൊ ഒന്ന് ശരിയായില്ലെങ്കിൽ മറ്റൊന്നിനെ കൊണ്ട് ഷൂട്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 എണ്ണത്തിനെ കൊണ്ടുവന്നത്. അടുത്ത പാരഗ്രാഫ് 15 പാരഗ്രാഫ് നോക്കാം. വി മൗണ്ടഡ് ദ ക്യാമറ. അങ്ങനെ വി മൗണ്ട് ചെയ്യാൻ കയറുക. വി മൗണ്ടഡ് ദ ക്യാമറ, കയറ്റി. ഇവിടെ നമ്മൾ പടത്തിൽ കാണുന്നുണ്ട് ഇതൊക്കെ. ആ പടത്തിലൊരു ട്രൈപോഡ് നിൽക്കണോ? എന്താ ട്രൈപോഡ് എന്ന് മനസ്സിലായോ? 3 കാലുകൾ, ക്യാമറ വെച്ചിരിക്കുന്ന 3 കാലുകളുള്ളത് കണ്ടില്ലേ? അതാണ് ട്രൈപോഡ്. വി മൗണ്ടഡ് ദ ക്യാമറ ഓൺ ദ ട്രൈപോഡ്. ഈ ട്രൈപോഡിന്റെ മുകളിലേക്ക് കയറ്റി വെച്ചു. ട്രൈപോഡ് എന്ന് പറഞ്ഞപ്പോ എന്താ? പടം കണ്ടോ എല്ലാവരും? ട്രൈപോഡിന്റെ ആ പിക്ചറിലുണ്ട് ട്രൈപോഡ്, ക്യാമറ വെച്ചിരിക്കുന്ന ആ 3 കാല്. നമ്മൾ സാധാരണ പണ്ടൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വരുമ്പോ ക്യാമറമാൻ ക്യാമറ വെക്കുന്നത് ഈ ട്രൈപോഡുകളാണ്. ഈ ട്രൈപോഡ് എടുത്തു വെച്ചു. അതുമ്മ ഞാൻ കയറ്റി വെച്ചു, ക്യാമറ കയറ്റി വെച്ചു. ആൻഡ് പ്ലേസ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ് ദ ബാംബൂ ഗ്രോ. എങ്ങോട്ട് ഫേസ് ചെയ്തുകൊണ്ട്? ബാംബൂ ഗ്രോ, ആ മുളം കാട്ട് കണ്ടോ? അതും നമുക്കിവിടെ ഫോട്ടോ തരുന്നുണ്ട്. ആ കാട് മുളകൾ നിറഞ്ഞു നിൽക്കുന്ന ആ കാട്ടിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് ക്യാമറ വെച്ചു. ആൻഡ് പ്ലേസ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ് ദ ബാംബൂ ഗ്രോ. The audience was instructed to get behind the camera. അപ്പൊ ഓഡിയൻസ് എത്ര പേരുണ്ടെന്ന് പറഞ്ഞു? ഒരു 25 പേരോളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവരോട് എവിടെ നിൽക്കാൻ പറഞ്ഞു? ക്യാമറയുടെ പിന്നിൽ നിൽക്കാൻ പറഞ്ഞു. മുന്നിലേക്ക് പോകരുത്, കാരണം ക്യാമറയിൽ കാണാൻ പാടില്ല ആളുകള്. അതുകൊണ്ട് ക്യാമറയുടെ പിന്നിൽ നിൽക്കാനാ പറഞ്ഞത്. The audience was instructed to get behind the camera. ക്യാമറയുടെ പിന്നിൽ നിന്നോളാൻ പറഞ്ഞു.
and to stand as far back as possible. എത്ര പിന്നിലേക്ക് നീങ്ങാൻ പറ്റോ അത്രയും ഒന്ന് പിന്നിലേക്ക് നീങ്ങി നിൽക്കാൻ പറഞ്ഞു, ആളുകളോട് പറഞ്ഞു. പക്ഷെ ആളുകൾ കൂട്ടാക്കുവോ? സാധാരണ നമ്മളിപ്പോ എവിടെയായാലും എന്തെങ്കിലും ഒരു ഇത് വന്നു തിരക്കുണ്ട്, ആളുകളോട് പറയുന്നത് നീങ്ങി നിൽക്കുന്നു പറഞ്ഞാലും ഏത് സീൻ കാണാനും ആളുകളൊന്ന് അടുപ്പിച്ച് ഇങ്ങനെ വന്ന് നിൽക്കും. The audience was instructed, audience instruction കൊടുത്തു ഇവര് to get behind the camera and to stand as far back as possible. We had to stay relatively close to the bamboo grove. Bamboo groveന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അടുത്തേക്ക് ഇവര് ക്ലോസ് ചെയ്ത. We had to stay relatively close to the bamboo grove. ആ ബാംബു ഗ്രോവിന്റെ അടുത്തേക്ക് ഇങ്ങനെ ക്യാമറ കൊണ്ട് ചെല്ലുകയാണ്. And Guppy, Baggatu, ഗുപ്പിയും ബഗ്ഗിയും അവിടെ നിൽക്കുന്നുണ്ട്. ഹാഡ് ടു ബി വിത്തിൻ ദ യാർഡ്സ് ഓഫ് ദ ക്യാമറ. ക്യാമറയിൽ നിന്ന് കുറച്ച് യാർഡ്സ് എന്താ വാര കുറച്ച് അകലത്തിൽ അവരുള്ളൂ. ഫോർ ഇറ്റ് വാസ് നെസസറി ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഷോട്ട്. ഒരു ഷോട്ടിൽ തന്നെ എല്ലാവരും കൂടി കിട്ടാനാ, ടൈഗറിനെയും ഗുപ്പിയും ബഗ്ഗിയും എല്ലാവരും കൂടി കിട്ടാൻ വേണ്ടി. ദാറ്റ് ഷോഡ് ദം ടുഗദർ വിത്ത് ദ ടൈഗർ. ടൈഗറിന്റെ കൂടെ ഗുപ്പിയും ബഗ്ഗിയും ടൈഗർ ഇങ്ങനെ വരുമ്പോ ഈ ഗുപ്പിയും ബഗ്ഗിയും കൂടി ആ സീനിൽ തന്നെ വരണം, ഷൂട്ട് ചെയ്യണം അല്ലെ. അതിനു വേണ്ടി അവര് ക്യാമറ ശരിക്കും അടുപ്പിച്ച് ഇങ്ങനെ പിടിപ്പിച്ച് നിൽക്കാണ്. ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ്. മിസ്റ്റർ തോററ്റ്സ് മെൻ ഹാഡ് ഫിക്സഡ് എ 5 foot iron rod. മിസ്റ്റർ തോററ്റ്സ് മെൻ, ടൈഗറിനെയും കൊണ്ട് മിസ്റ്റർ തോററ്റിന്റെ ആളുകൾ വന്നിട്ടില്ലേ, അവരെവിടെ നിന്നു 5 foot iron rod to the ground. അവർ ഫിക്സ് ചെയ്തു, ഉറപ്പിച്ചു വെച്ചു. 5 foot ഉള്ള 5 അടിയുള്ള ഇരുമ്പിന്റെ ദണ്ടുകൾ, ഇരുമ്പിന്റെ വടികള് ടു ദ ഗ്രൗണ്ടിൽ തറച്ചു വെച്ചു. About 30 feet from the area. ആ ഏരിയയുടെ അവിടെ നിന്ന് 30 അടി അകലത്തില് ഇങ്ങനെ കമ്പുകൾ കുഴിച്ചിട്ടു ഇരുമ്പിന്റെ. Where the tiger was supposed to take a walk up. ഇങ്ങനെ ടൈഗർ നടക്കേണ്ട വഴി അവർ അടയാളപ്പെടുത്തി വെക്കുകയാണ്. They took a thin long wire. എന്നിട്ട് അവരെന്ത് ചെയ്തു? കട്ടി കുറഞ്ഞ ഒരു ലോങ് വയർ എടുത്ത് കഴുത്തിക്കൂടെ ചിത്രാണ് ഫിക്സ്ഡ്. വൺ എൻഡ് ടു ദ കോളർ മെയ്ഡ് ദ ടൈഗർ സ്കിൻ ദാറ്റ് ദ ടൈഗർ വാസ് ഓൾറെഡി വിയറിംഗ്. അപ്പോ ഈ ഒരു കോളർ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ടൈഗർ സ്കിന്ന് കവർ ചെയ്ത ഒരു കോളർ. ഇപ്പൊ പട്ടിയുടെ നമ്മൾ ബെൽറ്റ് ഇടില്ലേ, ആ ബെൽറ്റ് പോലത്തെ ഒരു ബെൽറ്റ്, അതിന് പുറത്ത് എന്താണ് ഈ ടൈഗറിന്റെ സ്കിൻ തന്നെ ഒട്ടിച്ചിട്ടുള്ള തോല് വെച്ചിട്ടുള്ള ഒരു ബെൽറ്റ്. ആ ബെൽറ്റിന്റെ ഉള്ളിലാണ് വയർ വെച്ച് കെട്ടണത്. ടൈഗർ സ്കിൻ that the tiger was already wearing. The other end was tied firmly to the visible portion of the iron rod. ഒരറ്റം ആ ബെൽറ്റുമ കെട്ടി, മറ്റേ അറ്റം അവിടെ വടികൾ കുഴിച്ചിട്ടിട്ടില്ലേ, ഇരുമ്പിന്റെ ദണ്ടുകൾ കുഴിച്ചിട്ടുന്നു, അതുമ പിടിച്ചു കെട്ടി. കാരണം ടൈഗർ ഓടിപ്പോകാതിരിക്കാനാണ് കേട്ടോ പിടിച്ചു കെട്ടിയത്. The other end was tied firmly to the visible portion of the iron rod. The door of one of the cages was unfastened. അങ്ങനെ ആ ഡോറ് ഓഫ് ദ വൺ ഓഫ് ദ കേജ്, 2 കൂട്ടില് 2 ടൈഗേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഒരു കൂടിന്റെ വാതില് അൺഫാസൻ തുറന്നു അങ്ങോട്ട്. And Mr. Thorett called out the tiger. Mr. Thorett ആ ടൈഗറിനെ വിളിക്കുകയാണ്. കൂട് തുറന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ടൈഗറിനെ തുറന്നു വിടുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ കൂടിന്റെ വാതില് തുറന്നു. മിസ്റ്റർ തോററ്റ് പറയുകയാണ് ടൈഗറിനോട് പുറത്തേക്ക് വരാൻ. It responded almost at once. അയാൾ വിളിച്ചപ്പോ തന്നെ ടൈഗർ എന്ത് ചെയ്തു? റെസ്പോണ്ട് ചെയ്തു, എന്നുവെച്ചാൽ ചാടി. sprang out of his cage. ചാടി അങ്ങോട്ട് out of his cage to the land on the open space outside. ടൈഗർ നോക്കിയപ്പോ പുറത്ത് ഇങ്ങനെ വിശാലമായിട്ട് ഓപ്പൺ സ്പേസ്. ഇതുവരെ ടൈഗർ പുറത്തിറങ്ങിയില്ല. സർക്കസ് കൂടാരത്തിന്റെ ഉള്ളില് ആ കേജിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റേജിലേക്ക് വരെ ആ കേജിൽ നിന്നിട്ടുള്ള കളി ഇതുവരെ കളിച്ചിട്ടുള്ളൂ. ഇപ്പൊ ആദ്യമായിട്ട് ഓപ്പൺ സ്പേസിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞ വഴിക്ക് കിട്ടിയ അവസരം ആ ടൈഗർ നന്നായിട്ട് യൂസ് ചെയ്തു. ടൈഗർ എന്ത് ചെയ്തു? ചാടി. sprang out of his cage to the land in the open space outside. പുറത്ത് നല്ല വിശാലമായിട്ട് ഓപ്പൺ സ്പേസിലേക്ക് ചാടുകയാണ്. what followed was, അതിന്റെ പിന്നാലെ എന്താ സംഭവിച്ചത് നമുക്കൊന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലെ. ആ ടൈഗറിന്റെ കഴുത്തിൽ ബെൽറ്റ് ഉണ്ട് കേട്ടോ. ടൈഗർ ചാടി പുറത്തേക്ക് ഓപ്പൺ സ്പേസ് കണ്ടപ്പോ what followed was totally unexpected. പക്ഷേ തോററ്റും സത്യജിത് റേയും ഒക്കെ പ്രതീക്ഷിച്ചതിന് വിപരീതമായിരുന്നു. അവർ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ലായിരുന്നു. ഇറ്റ് ഈസ് അൺഎക്സ്പെക്ടഡ്. അവർ പ്രതീക്ഷിക്കാത്ത, അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത
പ്രതീക്ഷിക്കാത്ത കാര്യം സംഭവിച്ചു. അവര് വെച്ചാൽ ടൈഗർ ഇറങ്ങി വന്നാൽ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ആ ടൈഗർ ഇറങ്ങിയതും അപ്രതീക്ഷിതമായിട്ട് എന്താ സംഭവിച്ചത് നോക്കാം. വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തോററ്റ് സ്റ്റാർട്ടേഡ് and helpless face told us that he was as taken aback as the rest of us. One look at Mr. Thorett, sir. മിസ്റ്റർ തോററ്റിന്റെ ഒറ്റ നോട്ടം, മിസ്റ്റർ തോററ്റിന്റെ ആ നോട്ടം കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയിന്ന്. വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തോററ്റ് സ്റ്റാർട്ടഡ് ഞെട്ടി, വിഷമിച്ച്. ആൻഡ് ഹെൽപ്ലെസ് ഫേസ്, വിഷമിച്ചിട്ടുള്ള ഹെൽപ്ലെസ് നിസ്സഹായമായിട്ടുള്ള ഫേസ് കണ്ടിട്ട് told us that he was as taken aback as the rest of us. ഞങ്ങളെ പോലെ തന്നെ അയാളും എന്താണ് വിഷമിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി. കാരണം ടൈഗർ ആ കൂടങ്ങ് തുറന്ന വഴിക്ക് ചാടി. ആ ചാടി വരുന്ന കണ്ടപ്പോ സത്യജിത് റേ പറയുന്നത് ഞങ്ങളൊക്കെ പേടിച്ചു. ഇവര് പ്രതീക്ഷിക്കാത്താണ് സംഭവിച്ചത്. കാരണം ആ ടൈഗർ ഒരിക്കലും ശാന്തനായില്ല. അത് ചാടി അവിടെ വന്ന് ബഹളം വെക്കാൻ തുടങ്ങിയപ്പോ ഇവരങ്ങ് പേടിച്ചു പോയി. പക്ഷെ അതിനേക്കാളും പേടി തോന്നി സത്യജിത് റേക്ക് ആരുടെ മുഖം കണ്ടിട്ട്? മിസ്റ്റർ തോററ്റിന്റെ. മിസ്റ്റർ തോററ്റ് ആണെങ്കിൽ അയാൾ കൈവിട്ടു പോയ ഒരു അവസ്ഥയില് വിഷമിച്ച് നിശ്ചലനായിട്ട് നിൽക്കുന്ന മിസ്റ്റർ തോററ്റ് പറയുന്നത് വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തോററ്റ്സ് ഫേസ്. മിസ്റ്റർ തോററ്റിന്റെ ഫേസിലേക്ക് അയാളൊന്ന് നോക്കിയപ്പോ ഒരൊറ്റ നോട്ടം നോക്കിയുള്ളൂ. അയാളുടെ ഫേസ് എങ്ങനെയായിരുന്നു? മിസ്റ്റർ തോററ്റ് സ്റ്റാർട്ടിൽഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ്. മിസ്റ്റർ തോററ്റിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ വിഷമിച്ചു നിന്നുപോയി. എന്തായിരുന്നു അയാളുടെ നോട്ടം? അയാളുടെ ഫേസ് എങ്ങനെയായിരുന്നു? സ്റ്റാർട്ടിൽഡ് ആൻഡ് ഹെൽപ്ലെസ്, വിഷമിച്ച് നിസ്സഹായനായിട്ട് നിൽക്കുന്ന മിസ്റ്റർ തോററ്റിന്റെ മുഖം കണ്ടതേ told us that he was taken aback as the rest of us. ഞങ്ങളെ പോലെ, മറ്റുള്ള ഞങ്ങളെ പോലെ എന്ന് വെച്ചാൽ മിസ്റ്റർ തോററ്റിന്റെ മുഖവും വിഷമിച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ ആകെ വിഷമിച്ച് പരിഭ്രമിച്ച് നിൽക്കുകയാണ് അല്ലെ. ഞങ്ങളെ പോലെ തന്നെ മിസ്റ്റർ തോററ്റും വിഷമിക്കുകയാണ് എന്ന് മനസ്സിലായി. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി, ആ ടൈഗർ എന്താ ചെയ്തത്? ശരിക്കും അതിന്റെ സീൻ എന്തായിരുന്നു? അവരുടെ ആവശ്യം പതുക്കെ ഇറങ്ങി വന്ന് ആ കാട്ടിൽ കൂടെ നടന്ന് ഇങ്ങോട്ട് വരണം അല്ലെ. പക്ഷെ ഈ ഓപ്പൺ സ്പേസിലേക്ക് തുറന്നു വിട്ട സമയത്ത് ടൈഗർ പതുക്കെ നടന്നു വരുന്നതിന് പകരം അത് ചെയ്തത് എന്താ നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി വെരി കാംലി, ശാന്ത. നമ്മുടെ സീൻ എന്താ? ആ ബാംബു ഗ്രേവിൽ കൂടെ വളരെ ശാന്തനായിട്ട് ആ ടൈഗർ കടന്നു വരണം. പക്ഷെ ഈ ടൈഗർ അങ്ങനെയല്ല വന്നതെന്ന്. ദ ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ്. Instead of walking sedately in a dignified manner, ആ ടൈഗർ നടന്നു വരുന്നത് sedately, very calmly and in a dignified manner, വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് നടന്നു വരേണ്ട ആ ടൈഗർ started prancing around, ചാടി ബഹളം വെക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി ബഹളം വെക്കുകയാണ്. around with a tremendous enthusiasm, അതിന് ഭയങ്കര ആവേശത്തോടുകൂടി. എന്നുവെച്ചാ ആദ്യമായിട്ടാണ് അതിന്റെ ജീവിതത്തിൽ അതിന് പുറത്തേക്ക് വന്നേക്കുന്നത് അല്ലെ. ഇത്രയും നാല് ട്രെയിൻ ചെയ്ത കേജിന്റെ ഉള്ളിലും കൂടിന്റെ ഉള്ളിലും ഇണ്ടാതെ നിന്ന ആ ടൈഗറിനെ പുറത്തേക്ക് വിട്ടപ്പോ ഇവര് പ്രതീക്ഷിച്ച രീതിയിൽ ഒന്നും ടൈഗർ നിന്നില്ല. ടൈഗർ പുറത്തു വന്നിട്ട് ഭയങ്കര ബഹളമാണ്. പ്രാൻസിങ് അറൌണ്ട് വിത്ത് എ ട്രമൻഡസ് എൻതൂസിയാസം. ഇറ്റ് ലെഫ്റ്റ്. ഞാൻ എന്തൊക്കെ ചെയ്തു നോക്കാം. ആ ടൈഗർ എന്തൊക്കെ ചെയ്തു? ഇറ്റ് ലെഫ്റ്റ് ലീപ്പ്, എന്താ ചാടുക. ലെഫ്റ്റ് ചാടി. ആൻഡ് ജംപ്ഡ്, സെയിം മീനിങ്. അത് ചാടുകയാണ്, ബഹളം വെക്കാണ്. ഇറ്റ് റോൾഡ് അബൌട്ട്, റോൾ ചെയ്യാം, കിടന്ന് ഉരുണ്ട് മറയാണ്. ഡ്രാഗിങ് ഇറ്റ്സ് പുവർ ട്രെയിനർ. പാവ ട്രെയിനർ അവിടെ നിന്ന് വലിക്കുന്നില്ലേ, കയറി പിടിച്ചില്ലേ? ആ ട്രെയിനറിനെ വലിച്ചുകൊണ്ട് ഓടുകയാണ്. പുവർ ട്രെയിനർ ഹു വാസ് ഡെസ്പറേറ്റ്ലി നിരാശയോടുകൂടി ക്ലച്ചിങ് ദ വയർ, ആ വയറും പിടിച്ചുകൊണ്ട് tied to the tiger's collar, ടൈഗറിന്റെ കോളറില് കെട്ടിയിരിക്കുന്ന ആ വയറും പിടിച്ചുകൊണ്ട് ആ ട്രെയിനർ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് അയാളിൽ വലിച്ചുകൊണ്ട് ടൈഗർ ഓടുകയാണ്. ഇൻ എ ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ്, യൂസ്ലെസ്, ഒരു ശ്രമം ഒന്നും വിജയിച്ചില്ല എന്ന് ടു ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ. ഇവരെന്തൊക്കെ ചെയ്തിട്ടും ആ ടൈഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന്. അപ്പോ നമ്മളിവിടെ പറഞ്ഞു വന്നത് സീൻ തുടങ്ങാനാണ്. എന്താണ്? ഷൂട്ടിങ്ങിന്റെ സീൻ തുടങ്ങുകയാണ്. എവിടെയാണ് തുടങ്ങാൻ വെച്ചത്? നോട്ടൻഗ്രാമിലാണ്. നോട്ടൻഗ്രാമിൽ ഇത് തുടങ്ങാനായിട്ട് എന്താ സംഭവിച്ചത്? ടൈഗറിനെ കൊണ്ടുവരികയാണ് അല്ലെ. ടൈഗറിനെ കൊണ്ടുവന്നു.
കൊണ്ടുവന്നത്? മിസ്റ്റർ തോററ്റ് ലോറിയിലാണ് കൊണ്ടുവന്നത്. ആൻഡ് ഹി ബ്രോട്ട് ഇൻസ്റ്റെഡ് ഓഫ് 1 he brought 2 tigers. ഒന്നിന് പകരം 2 കൊണ്ടുവന്ന്. കാരണം അയാൾ അതിനും റീസൺ പറഞ്ഞു, ഐ took my part safe. എന്റെ ഭാഗം ഞാൻ സേഫ് ആക്കിയതാണ്. ബിക്കോസ് ഇഫ് one is not going right, he will took the another tiger. അല്ലെ, ഒന്ന് ശരിയായില്ലെങ്കിൽ അടുത്തതിനെ കൊണ്ട് ചെയ്യിക്കാം എന്ന് വെച്ച് 2 കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞ് ഒരെണ്ണത്തിനെ അഴിച്ചു. കൂട് തുറന്നു പുറത്തേക്ക് വിട്ട ടൈഗർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു? ടൈഡ് ഓൺ എ വയർ. ഒരു വയർ കഴുത്തിൽ കെട്ടിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു കോളറ്. അപ്പൊ ആ കയറിന്റെ നീട്ടം അത് വളരെ തിന്നായിട്ടുള്ള വയറാണ്. പക്ഷെ അതിന്റെ അറ്റം അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അയൺ റോഡ്സ് കുഴിച്ചിട്ട് അതിന് മുറുക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ആ അറ്റമാണ് ആര് പിടിച്ചിരിക്കുന്നത്? ട്രെയിനർ പിടിച്ചിരിക്കുന്നത്. പക്ഷെ ആ ടൈഗർ എന്താ ചെയ്ത്? ഇറങ്ങി ചാടിയതും ഓപ്പൺ സ്പേസ് ആണ് കണ്ടത്. ഇറങ്ങിയതും അത് ചാടി ബഹളം വെച്ച് റോൾ ചെയ്ത് അവിടെ ബഹളം വെക്കുകയാണ്. അത് ഒരിക്കലും ശാന്തനായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ അവർക്ക് ഫിലിം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്താണ് കുറച്ചും കൂടി പേടിപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു എന്തുണ്ടായത്? സത്യജിത്രയെ നോക്കിയപ്പോ അവരാകെ പേടിച്ചിട്ടാണ്. ആ സമയത്താണ് നിസ്സഹായനായിട്ട് നിൽക്കുന്ന മിസ്റ്റർ തോറത്തിന്റെ ഫേസ് കാണുന്നത്. അങ്ങനെ വിഷമിച്ച് അവര് ഷൂട്ട് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന വിഷമത്തില് അവര് നിൽക്കുകയാണ്. ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.